പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാൻ പ്രിയ യബിനെ കർത്താവ് ബലപ്പെടുത്തുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ ദൈവം നമുക്ക് കൃപ തരണം. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ബുദ്ധിയെ ദൈവം തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ വാർത്ത കേൾക്കുന്നത് പോലെ ഒരു വർത്തമാനം കേട്ടിട്ട് എഴുന്നേറ്റ് പോകുന്നത് പോലെ ആയിപ്പോകും. ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമ സഭയ്ക്ക് വേണ്ടിയുള്ളതായ ഉപദേശങ്ങൾ, പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനം, അത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹോവയുടെ ഉത്സവങ്ങൾ എന്ന പേരിൽ ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം നൽകിയതായ ഉത്സവങ്ങളാണ് നാം ചിന്തിക്കുന്നതായ വിഷയം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആകെ തുക നമുക്ക് ഈ ഉത്സവങ്ങളിൽ കാണുവാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനതയ്ക്ക് അവരുടെ സന്തോഷത്തിനു വേണ്ടി കൊടുത്തതായ ഉത്സവങ്ങൾ അവരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് തോന്നുന്നതായ നാം എന്തിനു വേണ്ടി അവരുടെ ഉത്സവങ്ങൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ആശയം, അതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ വ്യക്തമാക്കിയല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായ രക്ഷയും തുടർന്നുള്ളതായ സഭാജീവിതവും വിശുദ്ധ ജീവിതവും കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ളതായ കാത്തിരിപ്പും കർത്താവിൻ്റെ വരവിന് ശേഷം കർത്താവിനോട് കൂടെയുള്ളതായ വാസവും ഒക്കെ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നതായ വിഷയങ്ങളാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായ ഉത്സവങ്ങളുടെ പഠനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. 3 ഉത്സവങ്ങളെ കുറിച്ച് നാം പഠിക്കുവാനായിട്ടിടയായി. പെസഹായുടെ ഉത്സവം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. നാം ഇത് 3ഉം ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് നാം 4ാമത്തെ ഉത്സവത്തിലേക്കാണ് വരുന്നത്. 4ാമത്തെ ഉത്സവം എബ്രായ പദം ഷവോത്ത് എന്ന് പറഞ്ഞാൽ ഷവാഓത്ത് എന്ന് പറയുമ്പോൾ വാരോത്സവം എന്നാണ് മലയാളത്തിൽ. ഫീസ്റ്റ് ഓഫ് വീക്സ് എന്ന് ഇംഗ്ലീഷിൽ. വാരോത്സവം, ആഴ്ചകളുടെ ഉത്സവം, വാരോത്സവം. ഇതിൻ്റെ പ്രത്യേകതകളും പുതിയ നിയമത്തിൽ ഇതോടുള്ളതായ ബന്ധത്തിൽ നാം ചിന്തിപ്പാനുള്ളതായ വാക്യങ്ങളും ഒക്കെയാണ്, ആ വിഷയങ്ങളാണ് തുടർന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നതായ ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. When the day of Pentecost had fully come, they were all with one place, one accord in one place. ഏക മനസ്സോടെ പെന്തക്കോസ്ത് നാളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ അടങ്ങിയതായ 120 പേരുള്ളതായ ഒരു കൂട്ടം മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടി വരികയാണ്. അവർ കൂടി വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കൂടി വന്നതെന്ന് ചോദിച്ചാൽ, അവരെ വിട്ടുപിരിഞ്ഞ അവരുടെ രക്ഷകനായ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതുവരെ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. എത്ര ദിവസം കാത്തിരിക്കണമെന്ന് പറഞ്ഞില്ല, കാത്തിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
കിട്ടുന്നതുവരെ കാത്തിരിക്കുക. ആ വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുന്നതുവരെ കാത്തിരിക്കുക. അവർ ചോദിച്ചില്ല, കർത്താവെ ഞങ്ങൾ എത്ര ദിവസം കാത്തിരിക്കണം, എന്നാണ് അയക്കാൻ പോകുന്നത് എന്നൊന്നും അവർ മറുത്ത് ചോദിച്ചില്ല. പൂർണ്ണമായ അനുസരണം, ചോദ്യം ചോദിക്കാതെയുള്ളതായ അനുസരണം പഴയ നിയമത്തിൽ ഉടനീളം അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ കണ്ടീഷനായി കർത്താവ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലും അത് തന്നെയാണ് പ്രമാണം. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക, സംശയം കൂടാതെ അനുസരിക്കുക, മത്സരം കൂടാതെ അനുസരിക്കുക, നമ്മുടെ യുക്തി പ്രയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് അനുഗ്രഹം പ്രാപിക്കുവാനുള്ളതായ മാർഗങ്ങൾ. അപ്പോ അവർ കൂടിയിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തുറന്നുള്ളതായ ഭാഗങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പെന്റക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം 50 എന്നുള്ളതാണ്. 50. അപ്പോ ഷെവാവത്വം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം സെലിബ്രേഷൻ എന്നാണ്. അപ്പൊ നോക്കൂ, ആ എബ്രായ പദം ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഉത്സവത്തെ ഗ്രീക്കിലേക്ക് മാറ്റിയപ്പോൾ ആ പേരിനും ആശയത്തിനും ഒക്കെ വ്യത്യാസം വരികയാണ്. ദൈവജനം യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കേണ്ടതിന് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് കൊടുത്തതായ ദിവസം. അത് ആ ദിവസം ഏത് ദിവസം എന്ന് ചോദിച്ചാൽ ആദ്യ ഫലക്കറ്റ യഹോവയുടെ സന്നിധാനത്തിൽ വേവ് ഓഫറിംഗ് ആയിട്ട് കൊടുത്തതിന് ശേഷം വരുന്ന 50ാമത്തെ ദിവസമായതുകൊണ്ട് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോ അതെന്താക്കി മാറ്റി 50ാം ദിവസം, അല്ലെങ്കിൽ 50 എന്നുള്ളതായ അർത്ഥത്തിൽ പെന്റക്കോസ്റ്റ് എന്ന് പേരിടുവാനായിട്ടിടയായി. നമുക്ക് അതിലേക്ക് ആഴമായിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഉത്സവത്തിലേക്ക് വരാം. ഈ ഉത്സവത്തെ സംബന്ധിച്ച് എന്താണ് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്? ദി ഫീസ്റ്റ് ഓഫ് വീക്സ് വാസ് ദി കൾമിനേഷൻ ഓഫ് ദി പാസ് ഓവർ ഫസ്റ്റ് ഫ്രൂട്ട് സീക്വൻസ്. Exactly 50 days were counted from the first fruits offering. ആദ്യ ഫലക്കറ്റയുടെ ആ പെരുന്നാൾ, അല്ലെങ്കിൽ ആദ്യ ഫലക്കറ്റ യഹോവയുടെ സന്നിധാനത്തിൽ വേവ് ഓഫറിംഗ് ആയിട്ട് അല്ലെങ്കിൽ നീരാജനം ചെയ്യുവാനായിട്ട് കൊണ്ടുവന്നത് മുതൽ 50 ദിവസം എണ്ണണം. ആ കൃത്യം 50ാമത്തെ ദിവസം the Pentecost offering was unique among all the feast offerings in one dramatic way. It was the only offering in the entire Mosaic system that included leavened bread. ഇതിന്റെ പ്രത്യേകത നമ്മൾ വളരെ ഓർത്തിരിക്കണം. ദൈവസന്നിധാനത്തിൽ കൊണ്ടുവരുന്നതെല്ലാം പുളിപ്പില്ലാത്തതായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ പ്രമാണം. എല്ലാ യാഗങ്ങളിലും ഇതുവരെ നാം പഠിച്ചതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നത് എന്തായിരിക്കണം? പുളിപ്പില്ലാത്തതായിരിക്കണം. പക്ഷേ ഇവിടെ മാത്രമുള്ളതായ പ്രത്യേകത ഒന്ന് നോക്കിക്കേ. നമുക്ക് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സസ് 70. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. ഇത് മാത്രമാണ് പുളിപ്പുള്ള അപ്പമായി യഹോവയുടെ സന്നിധാനത്തിൽ കൊണ്ടുവരുവാനായി ദൈവം പറഞ്ഞതിന്റെ കാരണം. ഇതെന്തുകൊണ്ടാണ് ഇത് പുളിപ്പുള്ളതായി കൊണ്ടുവരാൻ പറഞ്ഞതിന്റെ കാരണം? Because these 2 laws represent redeemed humanity. ഈ 2 അപ്പം എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനത്തിന് നിഴലാണ്. വീണ്ടെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനം അവര് പെസഹ ആചരിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. അവർ ദൈവസന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പമായി ഇങ്ങനെ പാപം അവരിൽ നിന്ന് അകറ്റി ഇങ്ങനെ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുവാനായിട്ട് അവർ തയ്യാറെടുത്ത് അവർ അതിലേക്ക് ജാഗരിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ജഡത്തിൽ അവർ വസിക്കുന്നിടത്തോളം
അവരിൽ എന്തുണ്ട്? അവര് പൂർണ്ണരല്ല. വീണ്ടെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് വരെ വി ആർ നോട്ട് ഫുള്ളി റിഡീംഡ്. അപ്പോൾ നമുക്ക് ആ വീണ്ടെടുപ്പ് പൂർണ്ണമായിട്ടില്ല. നമ്മുടെ ജഡത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. ആ ജഡത്തിന്റെ പാപത്തിന്റെ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ സോളിനെ അത് ബാധിക്കും, നമ്മുടെ ആത്മാവിനെയും അത് കളങ്കപ്പെടുത്തുവാനിടയാകും. അപ്പോ വീണ്ടെടുക്കപ്പെട്ട ജനമാണെന്ന് പറഞ്ഞാലും സിൻസ് ദേ ആർ നോട്ട് ഫുള്ളി റിഡീംഡ്, അതായത് അവർ പരിപൂർണമായി ഒരു പൂർണ്ണ വീണ്ടെടുപ്പിലേക്ക് വരാത്തടത്തോളം കാലം അവരിൽ എന്തുണ്ട്? പാപമുണ്ട്. പാപമുണ്ട് എങ്കിലും വീണ്ടെടുക്കപ്പെട്ടവർ, കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എന്നുള്ളതായ യോഗ്യത അവർക്കുള്ളത് കൊണ്ട് അവർ ദൈവസന്നിധാനത്തിൽ സ്വീകാര്യരാണ്. അവർ ദൈവസന്നിധാനത്തിൽ ദൈവത്തിന് അക്സെപ്റ്റബിൾ ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ പുളിപ്പുള്ളതായ. അപ്പൊ ദൈവസന്നിധാനത്തിൽ സന്തോഷിക്കേണ്ടതിന്, സെലിബ്രേറ്റ് ചെയ്യേണ്ടതിന്, എന്നിൽ പാപമുണ്ട്, ഞാൻ പാപമയമായ ജഡത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സെലിബ്രേഷൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ദൈവസന്നിധാനത്തിൽ സന്തോഷിക്കുവാനും ആ സന്തോഷം ദൈവസന്നിധാനത്തിൽ അക്സെപ്റ്റബിൾ ആണ് എന്ന് കാണിക്കാനുമാണ് ഈ 50-ാം ദിവസത്തെ പെരുന്നാളായ ഷവോത്ത് സെലിബ്രേഷനിൽ പുളിപ്പുള്ള അപ്പത്തിന്റെ പ്രമാണം ദൈവം കൊടുക്കുവാനായിട്ട് കാരണം. The only offering with the leaven allowed, representing redeemed sinners, Jew and Gentile, acceptable by Lord. ഇനി നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടെ തമ്മിൽ പഴയ നിയമത്തിലെ ആ പെന്തക്കോസ്ത് ഉത്സവവും പുതിയ നിയമത്തിൽ അത് എങ്ങനെയാണ് നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. അത് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകവും പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും നിങ്ങൾ പാരലായിട്ടും തുറന്നു വെക്കണം. അതിന്റെ റെഫറൻസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് ഒന്നാമത്തത് സീനായി മലയിൽ പഴയ നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം യഹോവയ്ക്ക് കൊടുക്കുമ്പോൾ ആദ്യ കൽപ്പന. പഴയ നിയമം എന്ന് പറയുമ്പോൾ പുതിയ നിയമം എന്ന് നമ്മൾ പറയുന്നതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 2000 വർഷത്തെ പഴക്കമുണ്ട്. അതിന് 1500 വർഷങ്ങൾക്ക് മുമ്പാണ് പഴയ നിയമം എന്ന് പറയുന്ന ആദ്യ നിയമം കൊടുത്തത്. അപ്പം ഫസ്റ്റ് ലോ എന്നും റിന്യൂഡ് ലോ എന്നും പറയുന്നതാണ് അതിന് ശരിയായിട്ടുള്ള പദപ്രയോഗം. പഴയ നിയമം എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ വളരെ പഴയതെന്നുള്ള രീതിയിൽ, പുരാതനം എന്നുള്ള രീതിയിലേക്കുള്ള ചിന്ത വരും. വേണ്ട, ആദ്യ നിയമമെന്നും പുതുക്കിയ നിയമമെന്നുമുള്ളതായ നിലയിൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ളതായ ബന്ധം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കും. നമ്മൾ പറയുന്നതായ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധമില്ലാത്തതല്ല, അത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. തമ്മിൽ ബന്ധിപ്പിക്കാത്തതായ ഒരു ഉപദേശവും പുതിയ നിയമത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ പുതുതായി കൽപ്പിക്കപ്പെട്ടതായ ഉപദേശങ്ങളില്ല. എല്ലാ ഉപദേശങ്ങൾക്കും എവിടെ വേരുണ്ട്, എവിടെ റൂട്ടറാണ്? ആ ഫസ്റ്റ് ലോയിൽ അല്ലെങ്കിൽ മോശയിക പ്രമാണത്തിൽ റൂട്ടറാണ്. അപ്പൊ നമുക്ക് ഈ പെന്തക്കോസ്ത് ഉത്സവം അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഷവാവത്ത് എന്ന് പറയുന്ന ഈ ഉത്സവവും നമ്മുടെ ആദ്യ നിയമത്തിലും പുതുക്കിയ നിയമത്തിലും അത് എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്ക് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 18 എന്ന് വായിക്കാം. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി പർവ്വതം ഒക്കെയും ഏറ്റവും കുലുങ്ങി. മൗണ്ട് സീനായ് വാസ് ഓൾ ടുഗദർ ഓൺ എ സ്മോക്ക്. അത് തീയിൽ യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി അത് പർവ്വതം മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. ദൈവം തന്റെ പ്രത്യക്ഷത ഇറക്കിയപ്പോൾ അല്ലെങ്കിൽ ആദ്യ നിയമം കൊടുക്കുമ്പോൾ ഉള്ള ആ സംഭവിച്ചതായ
എന്തൊക്കെയാണ് സംഭവിച്ച ആ സംഭവ വികാസങ്ങളാണ് നമുക്ക് ആ 18-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് 3. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരും തീ ഇറങ്ങിയെന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വരുമ്പോ ആദ്യമായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്നതായ ആ ദൈവമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോ 1500 വർഷങ്ങൾക്ക് മുമ്പ് സീനായിൽ സംഭവിച്ചതായ അതേ കാര്യം തന്നെ മർക്കോസിന്റെ മാളിക മുറിയിൽ സംഭവിക്കുകയാണ്. അന്ന് പർവ്വതത്തിന്റെ മുകളിലാണ് തീ ഇറങ്ങിയതെങ്കിൽ ഇന്ന് കൂടിയിരുന്നവരായ എല്ലാവരുടെയും മേൽ അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്നതായ നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് മാത്രമല്ല, അത് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇനിയും നമുക്ക് ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 19 ഒന്നുകൂടെ വായിക്കാം. 19-ാമത്തെ വാക്യം. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. അപ്പോ ഇവിടെ ഉന്നതമായ ഒരു സൗണ്ട് ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നത്. അതുപോലെ നമുക്ക് പുറപ്പാട് പുസ്തകം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് 2 ഒന്ന് വായിക്കാം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. വലിയ സൗണ്ടാണ്, ഇത് ട്രെമൻഡസ് സൗണ്ടാണ്. ആൻഡ് സഡൻലി there came a sound from the heaven as of a rushing mighty wind. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ സൗണ്ട് ഉണ്ടാകുകയാണ്. അപ്പോ തീയുടെ കാര്യത്തിലായാലും സൗണ്ടിന്റെ കാര്യത്തിലായാലും പുറപ്പാട് പുസ്തകത്തിൽ ആദ്യ നിയമം കൊടുക്കുമ്പോൾ ഉണ്ടായതായ സംഭവവും മർക്കോസിന്റെ മാളിക മുറിയിൽ സംഭവിച്ചതായ കാര്യവും ഒരുപോലെയാണ്. ഇനിയും നമുക്ക് നോക്കാം. നമുക്ക് ആ ഭാഗം മുഴുവനും വായിക്കാനായിട്ട് കഴിയത്തില്ല, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം. 3-ാമത്തെ കാര്യം, ലോ റിട്ടൺ ഓൺ സ്റ്റോൺ ടാബ്ലറ്റ്സ്. യഹോവയായ ദൈവം തൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയതായ കൽപ്പലകകളുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ കയ്യാൽ വെട്ടിയെടുത്തതായ കൽപ്പലകളിലെ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതിയ ആ ന്യായപ്രമാണവുമായിട്ടാണ് മോശയുടെ അടുക്കലേക്ക് വരുന്നത്. അത് എവിടെയാണ് എഴുതപ്പെട്ടത്? കൽപ്പലകകളിൽ എഴുതപ്പെട്ടതാണ്. പക്ഷേ പുതിയ നിയമത്തിന്റെ കൽപ്പനകളെ കുറിച്ച് എഴുതുമ്പോൾ, പുതിയ നിയമ പ്രമാണത്തെ കുറിച്ച് എഴുതുമ്പോൾ പ്രവാചകനായ യിരെമ്യാവ് യിരെമ്യാവിനോട് യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം ബുക്ക് ഓഫ് ജെരമ്യ ചാപ്റ്റർ 31 വേഴ്സസ് 33. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. നോക്കിയേ, ആദ്യ നിയമവും പുതുക്കിയ നിയമവും തമ്മിലുള്ളതായ സാമ്യവുമുണ്ട്, അതിന് ഉള്ളതായ സുപ്പീരിയോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് പുതിയ നിയമത്തിന് പഴയ നിയമത്തെക്കാളുള്ളതായ ശ്രേഷ്ഠതയുമുണ്ട്. പഴയ നിയമം കൽപ്പലകകളിൽ എഴുതിയപ്പോൾ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലാണ്. പുറമേ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ചു വേണം, അതിനനുസരിച്ച് പുറമേ നമുക്ക് വ്യത്യാസം വേണം. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതായ തോൽവി എന്താണെന്ന് ചോദിച്ചാൽ, പുറമേയുള്ളതായ കൽപ്പലകകൾ എഴുതിയത് അവരുടെ ഹൃദയത്തിന് വ്യത്യാസം വരുത്തിയില്ല എന്നുള്ളതാണ്. ആചാരങ്ങളിൽ കൂടെ അനുഷ്ഠാനങ്ങളിൽ കൂടെ അവർ അത് അനുസരിക്കുന്നു എന്ന് ഭാവിക്കുകയും സ്വഭാവത്തിലോ അവരുടെ ഇടപാടുകളിലോ ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിലോ ഹൃദയപൂർവമായിട്ടുള്ളതായ റിലേഷൻ they were not able to keep. The people of Israel are not able to keep the relation between the given law and the relation between them and the Lord. According to the law,
given by Moses. മോശ നൽകിയതായ ന്യായപ്രമാണ പ്രകാരമുള്ള ആ റിലേഷൻ ഹൃദയപൂർവ്വം സൂക്ഷിപ്പാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കൊടുത്ത ന്യായപ്രമാണം അവരുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാതെയായി പോകുവാനായിട്ട് കാരണം. നമ്മെ സംബന്ധിച്ച് പുറമേയുള്ളതല്ല, ഹൃദയങ്ങളിൽ എഴുതി തന്നിരിക്കുന്നത് കൊണ്ട് ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതായ ന്യായപ്രമാണ പ്രകാരം നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും അതനുസരിച്ചുള്ളതായ മാറ്റം, നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ പ്രവൃത്തിക്കും അതനുസരിച്ചുള്ളതായ മാറ്റം ഉണ്ടാകണമെന്നുള്ളതാണ് പുതുക്കിയ നിയമത്തിന്റെ ശ്രേഷ്ഠത. ആ ഒരു ലെവലിലേക്ക് നാം വരുന്നു എങ്കിൽ മാത്രമേ പുതിയ നിയമം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാം നാലാമത്തെ കാര്യം. അവരോട് പറഞ്ഞത് നിങ്ങൾ ആരും പർവ്വതത്തോട് അടുക്കാൻ പാടില്ല എന്നാണ്. പീപ്പിൾ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ലെസ്റ്റ് ദേ ഡൈ. അത് അവർ മരിക്കാതിരിക്കേണ്ടതിന് ആരും പർവ്വതത്തോട് അടുക്കരുത്. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോ എന്താ സംഭവിച്ചത്? ഹോളി സ്പിരിറ്റ് poured out on all flesh. Book of Joel, book of Joel, chapter 2, verses 28. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അതിന്റെ ശേഷമോ സകല ജഡത്തിന്റെ മേലും ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. മതി, ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പൊ ശരീരത്തിൽ നമ്മുടെ ഈ നശിച്ചു പോകുന്നതായ പെരിഷബിളായിരിക്കുന്നതായ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു, നമ്മുടെ ഉള്ളങ്ങളിൽ പകരപ്പെട്ടു. അത് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായി. അപ്പോ ആ ദൈവം ഇറങ്ങിയതായ സീനായി മലയെ ആരും സ്പർശിക്കരുത്, തൊടുന്നവൻ മരിച്ചു പോകുമെന്നുള്ളതായ പ്രമാണം പഴയ നിയമത്തിൽ കൊടുത്തു എങ്കിൽ പുതിയ നിയമത്തിൽ ജീവന്റെ പ്രമാണമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളത്തെ ജീവിപ്പിക്കുവാൻ അത് ജീവന്റെ പ്രമാണമായിട്ട് മാറ്റപ്പെടുകയാണ്. 5-ാമത്തെ വിഷയം സെലിബ്രേറ്റിംഗ് ദ പാസ്റ്റ്, എക്സഡസ്, റിഡംഷൻ. അതായത് അവരുടെ ആഘോഷം എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന സ്വഭാവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. സെലിബ്രേറ്റിംഗ് ദ പാസ്റ്റ്, എക്സഡസ്, റിഡംഷൻ. എന്നാൽ പുതിയ നിയമത്തിലോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നതായ നാം ഓരോരുത്തരും വരുവാനിരിക്കുന്നതായ കിങ്ഡം അഥവാ വരുവാനിരിക്കുന്നതായ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ളതായ ആ ഒരു സെലിബ്രേഷനിലാണ്. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ളതായ സന്തോഷവുമാണ് എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുകയാണ്. അപ്പം പഴയകാലത്ത് പിതാക്കന്മാർ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതിനെ ഓർത്ത് പഴയകാലം ഓർത്ത് അവർ ശബാവോത്ത് ആചരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പെന്തക്കോസ്റ്റ് അനുഭവം എന്ന് പറയുന്നത് വരുവാനിരിക്കുന്നതായ സ്വർഗരാജ്യത്തിന്റെ സന്തോഷമാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോയി. And they continued steadfastly in the apostles' doctrine and fellowship and in breaking of bread and in prayers. തുറന്നുകൊണ്ടേയിരിക്കുന്നതായ ഒരു പ്രക്രിയയാണ്. പഴയ നിയമത്തിൽ ആ ആഘോഷം ആണ്ടിലൊരിക്കൽ ആഘോഷിച്ചവർ നിർത്തുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു സ്റ്റോപ്പേജ് ഇല്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിലായിരിക്കുന്നതായ ദൈവജനത്തിന്
കർത്താവിൻ്റെ വരവ് വരെയോ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് നാം വേർപെടുന്നത് വരെയുള്ളതായ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഷെവാവോത്ത് എന്ന് പറയുന്നതായ പെന്തെക്കോസ്റ്റ് ഉത്സവം, അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്ന് പറയുന്നതായ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ 50-ാം ദിവസത്തെ ഉത്സവം എന്ന് നമ്മൾ പറയുന്നതായ പെന്തെക്കോസ്റ്റ് ഉത്സവം. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. അപ്പോൾ 4 ഉത്സവങ്ങളെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. 4 ഉത്സവങ്ങളും പഴയ നിയമത്തിൽ അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ വരവോടുകൂടെ ആ 4 ഉത്സവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറിയെന്ന് മാത്രമല്ല, ഓരോ ദിവസവും ആ ഉത്സവത്തിൻ്റെ പ്രതീതിയുടെ അനുഭവത്തിലാണ് നാം. പെസഹായുടെ കുഞ്ഞാടിൻ്റെ വീണ്ടെടുപ്പിൻ്റെ നിഴലിലാണ് നാം എപ്പോഴും. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഒരാഴ്ചയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് വരുന്നതായ ആദ്യ ഫലക്കറ്റ, അത് കഴിഞ്ഞിട്ട് വരുന്നതായ 4ാമത്തെ ഉത്സവം, ഇതെല്ലാം കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ നിവൃത്തീകരിക്കപ്പെട്ടതായ 4 ഉത്സവങ്ങളാണ്. അത് കഴിഞ്ഞുപോയതായ ഉത്സവങ്ങൾ, അതിൻ്റെ എഫക്റ്റിലാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനിയും 7 ഉത്സവങ്ങളിൽ ബാക്കിയുള്ളത് 3 ഉത്സവങ്ങളാണ്. ആ 3 ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ശരത്കാല ഉത്സവങ്ങൾ, അല്ലെങ്കിൽ ദ ഓട്ടം ഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓട്ടം ഫീസ്, ശരത്കാല ഉത്സവങ്ങൾ. 3 ഉത്സവങ്ങളാണ്. ഒന്ന് ദ ഫെസ്റ്റിവൽ ഓഫ് ട്രംപറ്റ്, 5ാമത്തത്. 6ാമത്തത് ദ ഫെസ്റ്റിവൽ ഡേ ഓഫ് അറ്റോൺമെന്റ്. 7ാമത്തത് ഫെസ്റ്റിവൽ ഓഫ് ടെബർനാക്കിൾസ്. ഈ 3ഉം പൂർണ്ണമായും നിറവേറപ്പെടുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലാണ്. കാഹളധ്വനിയുടെ പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഇത് 3ഉം കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നിവൃത്തീകരിക്കപ്പെടുന്ന. ജസ്റ്റ് as the spring fests were fulfilled with exact precision at the first coming of Jesus, so the autumn feasts await exact fulfillment at his second coming. The 4 months gap between summer and autumn feast corresponds to the present church age. ആദ്യത്തെ 4 ഉത്സവങ്ങൾ കർത്താവിൻ്റെ 1ാമത്തെ വരവെങ്കിൽ കൃത്യമായി നിറവേറ്റപ്പെടുകയാണ്. നമ്മളത് എങ്ങനെ നിറവേറ്റപ്പെട്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അങ്ങനെ 1ാമത്തെ വരവെങ്കിൽ ആദ്യത്തെ 4 ഉത്സവങ്ങൾ നിറവേറ്റപ്പെട്ടുവെങ്കിൽ, ഫുൾഫിൽ ചെയ്യപ്പെട്ടുവെങ്കിൽ, ഇനിയും ഇരിക്കും അതുള്ളതായ 3 ഉത്സവങ്ങൾ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ഫുൾഫിൽ ചെയ്യപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ 1ാമത്തെ വിഭാഗമായ 4 ഉത്സവങ്ങൾക്കും 2ാമത്തെ 3 ഉത്സവങ്ങൾക്കും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. എത്ര ഗ്യാപ്പാണ്? ഏതാണ്ട് 4 മാസത്തെ ഇടവേളയുണ്ട്, 4 മാസത്തെ ഇന്റർവെൽ ഉണ്ട്. ഈ 4 മാസത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് സഭായുഗമാണ്. ആദ്യത്തെ 4 ഉത്സവങ്ങൾ കർത്താവിൻ്റെ 1ാമത്തെ വരവിൽ, കർത്താവിൻ്റെ മരണത്തോടുകൂടെ, ക്രൂശ് മരണത്തോടുകൂടെ, ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടെ നിവർത്തിക്കപ്പെട്ടു. അപ്പോ ആദ്യത്തെ 4 ഉത്സവങ്ങൾ കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു? അവരവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവർ പിന്നെ യെരുശലേമിൽ അവർ നിൽക്കേണ്ട കാര്യമില്ല, അവർ മടങ്ങിപ്പോവുകയാണ്. 4 മാസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും മടങ്ങി വരും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഓഫ് ഫെസ്റ്റിവലും സെക്കൻഡ് പാർട്ട് ഓഫ് ഫെസ്റ്റിവലും തമ്മിൽ there is an interval of 4 months. 4 മാസത്തെ ഇടവേളയുണ്ട്. ഈ 4 മാസത്തെ ഇടവേള എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ സഭാ കാലഘട്ടമാണ്. കർത്താവിൻ്റെ 1ാമത്തെ വരവ് എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. കർത്താവിൻ്റെ 2ാമത്തെ വരവ് സംഭവിക്കാനിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ 2ാമത്തെ വരവിനും 1ാമത്തെ വരവിനും ഇടയ്ക്കാണ് പുതിയ നിയമസഭ ഭൂമിയിലുള്ളത്. ആ സഭായുഗമാണ്
ഈ 4 മാസത്തെ ഇടവേളയായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്ക, അവിടുത്തെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവിടുന്ന് മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോ ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നതായ 3 ഉത്സവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. കർത്താവിന്റെ വരവെങ്കിൽ അവൻ ഭൂമിയെ പിന്മഴ കൊണ്ട് നനയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. അത് ആ നാഴിക നിശ്ചയമുള്ളതാണ്. ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അപ്പം ആ പ്രഭാതം പോലെ നിശ്ചയമുള്ളതെന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവ്, 2ാമത്തെ വരവെന്ന് പറയുന്നത് കൺഫേംഡ് ആണ്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ വരവിന് വേണ്ടി നാം ഒരുക്കത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത 3 ഉത്സവങ്ങളെ കുറിച്ചുള്ളതായ പഠനം നമ്മളെ ഓർപ്പിക്കുന്നത്. എന്താണ് അടുത്ത 5ാമത്തെ ഉത്സവം എന്ന് പറയുന്നത്? 5ാമത്തെ ഉത്സവം കാഹളപ്പെരുന്നാളാണ്. ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്, യോം തെരുവാക്ക്, റോഷ് ഹഷാനഹ്, റോഷ് ഹഷാനക് അല്ലെങ്കിൽ യോം തെരുവാക്ക്, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്. അത് ലേവ്യർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ആഘോഷം എങ്ങനെയാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയും. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളൊന്ന് വായിക്കും. ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം. അത് സാമാന്യ വേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കാം. Speak unto the children of Israel, saying, the 7th month, in the first day of the month, shall you have a Sabbath, a memorial of blowing of trumpets, an holy convocation. You shall not do no servile work therein, but you shall offer an offering made by fire unto the Lord. എന്ത് ചെയ്യണം? നിങ്ങൾ 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ പെരുന്നാൾ. പർട്ടിക്കുലർ ദിവസമാണ്, പർട്ടിക്കുലർ മാസം, 7-ാം മാസം 1-ാം തീയതി അത് കടന്നു വരണം. ഈ 7 ഉത്സവങ്ങളിൽ വെച്ച് ഈ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് ഇസ് ദ മോസ്റ്റ് ക്രിപ്റ്റിക് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. നോ റീസൺ ഫോർ ദ ബ്ലോയിങ് ഓഫ് ട്രംപറ്റ്സ് ഈസ് ഗിവൺ ഇൻ ലെവിറ്റിക്കൽസ് 23. എന്തിനാണ് ഈ കാഹളം ഊതുന്നത് എന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. 7-ാം മാസം 1-ാം തീയതി എന്ത് ചെയ്യണം? കാഹളം ഊതണം. ഇതാണ് പറഞ്ഞിരിക്കുന്നതായ കാര്യം. എന്തിനാണ് കാഹളം ഊതുന്നതെന്ന് ഇസ്രായേൽ മക്കൾക്ക് ചോദിക്കാൻ പ്രമാണമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജസ്റ്റ് ഒബേ. ദൈവം അതിന്റെ കാരണം ഒട്ടും പറഞ്ഞുമില്ല. കാരണം അന്ന് അവരോട് കാരണം പറഞ്ഞിരുന്നു എങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മളിപ്പോ ആത്മീക ജീവിതത്തിന്റെ ഒരു പക്വതയിലേക്ക്, പുതിയ നിയമസഭ ടോട്ടലി ഒരു പക്വതയിലേക്ക് വന്നു എന്നുള്ളതായ രീതിയിൽ നമുക്കിത് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. അന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞാൽ, കാഹളം എന്തിനാണ് ഊതുന്നതെന്ന് കാരണം പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് കാരണം പറയാതിരുന്നത്. അന്ന് യഹോവയായ ദൈവം അവരോട് കാരണം പറയാതിരുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം നമ്മോട് പറയുന്നതായ കാര്യം, ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോ ദൈവം അതിന് റീസൺ പറഞ്ഞു എന്ന് വരാം. എന്നാൽ റീസൺ പറയണമെന്ന് നിർബന്ധമില്ല. റീസൺ പറഞ്ഞു എങ്കിൽ ഗ്രഹിപ്പാൻ നമുക്ക് കഴിയും. അത് ഗ്രഹിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളോട് റീസൺ പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ ദൈവം റീസൺ പറയുന്നില്ല എങ്കിൽ റീസൺ ചോദിക്കാൻ നിൽക്കരുത്. അതിന് കാരണം നമുക്കതിൻ്റെ റീസൺ മനസ്സിലാക്കുവാൻ
ആത്മീയ പക്വതയില്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം അത് പറയാതിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായി കർത്താവെ എന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ദൈവം എന്നോട് പറയാതെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഒരു റെബലിയസ് സ്പിരിറ്റാണ്. അത് ഏത് കാര്യമാണെങ്കിലും ദൈവവചനത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ദൈവമേ ഞാനത് ചെയ്യണമെന്ന് എന്നോട് പറയാതെ എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റെബലിയസ് മൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റെബലിയസ് സ്പിരിറ്റ്. ആ മത്സരമുള്ളതായ ഹൃദയം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്, സാത്താന്യ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ആ ചോദ്യം വരാൻ കാരണം. ദൈവം അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇത് നമുക്ക് തിരുവചനത്തിന്റെ ആദ്യോടന്തം മനസ്സിലാക്കുവാൻ കഴിയും. പുതിയ നിയമത്തിലും നമ്മോടുള്ളതായ ദൈവിക ഇടപെടലിലും പല കാര്യങ്ങളും ദൈവം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് റീസൺ ചോദിച്ച് നാം ആ റീസൺ കേൾക്കാൻ വേണ്ടി ചിലപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വരാം. റീസൺ ചോദിക്കാൻ, അതിന് കാരണം ചോദിക്കാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായ കാര്യം ഇല്ല. അതിൻ്റെ കാരണം ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അഥവാ ദൈവവചനത്തിൽ തന്നെ കാരണമില്ല എങ്കിൽ ആ കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം. അത് ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം സമയമാകുമ്പോൾ ദൈവം തന്നെ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാകും. അതുകൊണ്ട് ഈ കാഹള പെരുന്നാളിന് അവര് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ അവരുടെ റബ്ബിമാര് കൊടുത്തിരിക്കുന്നതായ ഒരു പേരുണ്ട്. ദ ഓൺലി ഫീസ്റ്റ് വെയർ നോ റീസൺ ഈസ് ഗിവൺ ഇൻ ദ ലോ. റബ്ബീസ് കോൾഡ് ഇറ്റ് ദ ഡേ ഹൂസ് മീനിങ് ഈസ് ഹിഡൻ. എന്ന് പറഞ്ഞാൽ ഗൂഢാർത്ഥമുള്ള ദിനമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗൂഢാർത്ഥമുള്ള, രഹസ്യ അർത്ഥമുള്ളതായ ദിനമെന്നാണ് ഇസ്രയേലിലെ റബ്ബിമാര് വരെ ഇതിന് കൊടുത്തിരിക്കുന്നതായ പേര്. കാരണം എന്തിനാണ് കാഹളം ഊതുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അതിൻ്റെ അർത്ഥം നിഗൂഢമാണ്. The new moon could not be predicted with a certainty, only witnessed. Matthew 24:36, of that day and hour no one knows. കർത്താവിന്റെ വരവിങ്കിൽ എന്തുണ്ടാകും? ഒരു കാഹളധ്വനി ഉണ്ടാകും. ആ കാഹളധ്വനി എന്ന് കേൾക്കുമെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, അതിൻ്റെ നാളും നാഴികയും പിതാവല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ല എന്ന കർത്താവ് പറഞ്ഞത്. അപ്പോ മഹാകാഹളധ്വനി എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് അതിന്റെ ആഘോഷത്തിന്റെ നിയമം കൊടുക്കുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. 24 സുവിശേഷം, മാത്യു ചാപ്റ്റർ 24:36, ഇങ്ങനെയാണ്: ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പുതിയ നിയമത്തിൽ അതിൻ്റെ നിവർത്തീകരണമുണ്ട്. സംഭവിച്ചിട്ടില്ല, സംഭവിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. ആ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4:16 and 17 ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന്റെ പ്രത്യക്ഷത 16 and 17 കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോ ഇതാണ് ഈ ഫെസ്റ്റിവൽ ഓഫ് ട്രംപറ്റ്സിന്റെ പുതിയ നിയമത്തിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത്. അപ്പം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതായ കാര്യം, ഈ കാഹള ശബ്ദം എപ്പോൾ ധ്വനിക്കുമെന്നുള്ള കാര്യം പിതാവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും അറിയുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കാരണം പഴയ നിയമത്തിലുള്ളതായ ഭക്തന്മാർക്ക്
കൊടുക്കാതിരുന്നതിന് കാരണവും അതിന് നിഗൂഢാർത്ഥമുള്ളതായ ദിവസമെന്ന്, അല്ലെങ്കിൽ നിഗൂഢാർത്ഥമുള്ളതായ ദിവസമെന്ന് അവർ പേര് പറയുവാൻ, ഡേ ഹൂസ് മീനിങ് ഈസ് ഹിഡൻ എന്ന് റബീസ് അതിന് പേര് പറയാൻ കാരണം കർത്താവിൻ്റെ വരവിനുള്ളതായ ബന്ധത്തിലാണ്. ഇനിയും അതിൻ്റെ നിവർത്തീകരണത്തെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 verses 51 and 52 പൗലോസ് പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. 51 and 52 മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് പുതിയ നിയമത്തിൽ അതിന്റെ നിവർത്തീകരണം. നമ്മൾ കാഹളം ധ്വനിക്കും, behold I shew your mystery, we shall not all sleep, but we shall all be changed in a moment, in the twinkling of an eye, at the last trump. For the trumpet shall sound, and the dead shall be raised incorruptible, and we shall be changed. മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, നാം അക്ഷയരായി എന്ത് ചെയ്യും? ഒരു അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് കാഹളധ്വനിയിൽ സംഭവിക്കുവാൻ പോകുന്നത്. മരിച്ചവർ അക്ഷയരായി ഉയർക്കും എന്ന് പറഞ്ഞാൽ അവർ ഈ ജഡശരീരത്തോടു കൂടെ തന്നെ അവർ ഉയർക്കും. നാം ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെട്ട് വിൺമയമായ ശരീരം പ്രാപിക്കും. ഈ മൺമയമായ ശരീരം നമ്മിൽ നിന്ന് മാറി നാം വിൺമയമായ ശരീരം പ്രാപിക്കും. ഇതാണ് കർത്താവിന്റെ വരവിൽ നമുക്ക് സംഭവിക്കുന്നത്, ആ കാഹളധ്വനിയിൽ നമുക്ക് സംഭവിക്കുന്നത്. ആ കാഹളധ്വനിയെ കുറിച്ചുള്ളതായ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതായ സൂചനയാണ് അഞ്ചാമത്തെ ഉത്സവമായ മഹാകാഹളധ്വനിയുടെ പെരുന്നാൾ. പുതിയ നിയമത്തിന്റെ ഉപദേശം കൂടെ നോക്കാം. ന്യൂ ടെസ്റ്റമെന്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് മഹത്വകരമായ പ്രത്യാശയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഭാഗ്യകരമായ പ്രത്യാശ, ദ ബ്ലെസ്സഡ് ഹോപ്പ് എന്നാണ് തീത്തോസിനെ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടി, ആ ബ്ലെസ്സഡ് ഹോപ്പിനു വേണ്ടി, ഭാഗ്യകരമായ ആ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി പ്രപഞ്ചമോഹങ്ങളെ വെടിഞ്ഞ് നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരുക്കത്തോടെ ദൈവഭക്തിയോടുകൂടെ നീതിയോടെ സുബോധത്തോടെ ജീവിച്ചു പോരേണം എന്നാണ് തീത്തോസ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇതാണ് മഹാകാഹളധ്വനിയുടെ പെരുന്നാളിനെ സംബന്ധിച്ചുള്ളതായ പുതിയ നിയമ ഉപദേശം. അപ്പൊ നോക്കിക്കേ, കർത്താവിന്റെ വരവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതായ ആ ഉത്സവം, അത് നമ്മുടെ ജീവിതത്തിൽ പുതിയ നിയമ പ്രമാണത്തോട് ചേർന്ന് ജീവിതത്തിൽ പ്രാബല്യത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതം എത്രത്തോളം പാവനമായി സൂക്ഷിക്കണം എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പഴത്തിനുള്ളിൽ, ഒരു ഫലത്തിനുള്ളിൽ, ഒരു ഫ്രൂട്ടിനുള്ളിൽ അതിൻ്റെ സീഡ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ പുതിയ നിയമം പഴയ നിയമത്തിനുള്ളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. പഴയ നിയമം ഒന്ന് നിവർത്തുമ്പോഴാണ് പുതിയ നിയമം എന്ത് ചെയ്യുന്നത്? നമുക്ക് വെളിവായി വരുന്നത്.